കണക്റ്റഡ് ആയില്ലേ? ലൈവ് ആണ്. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുറെ പേർക്കുണ്ടായിരുന്ന ഡൗട്ടാണ് എനിക്കറിയാം. 1 വീക്ക് ടൈം കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ബ്രോ എന്തുകൊണ്ടാണ് എല്ലാവരും ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലീഗൽ കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യൽ ചെറിയ പരിപാടിയൊന്നുമല്ല. അതിന്റെ പിന്നിൽ നമുക്ക് നല്ലൊരു റിസർച്ച് വേണ്ടതുണ്ടായി. അപ്പൊ അതിന്റെ റിസർച്ച് പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സ് അതിന്റെ പിന്നിലായിരുന്നു. അതിന്റെ എല്ലാം കഴിഞ്ഞ് ശേഷമാണ് ഇന്നിപ്പോ ഈ ലൈവ് വരുന്നത്. പിന്നെ കുറെ പേരൊക്കെ എന്തോ ചലഞ്ച് ചെയ്തതിനൊക്കെ ഞാൻ കണ്ടായിരുന്നു സ്റ്റോറിയിൽ. എന്താണ് ഈ പറഞ്ഞോണം ലീഗൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഇതുവരെ എന്താ വരാത്ത മക്കളെ എന്നൊക്കെ രീതിയിൽ സ്റ്റോറി ഒക്കെ കണ്ടായിരുന്നു. ചിലവരൊക്കെ വിചാരം ഇവിടെ കിടന്ന് കളിക്കുന്ന കളികൾ സോഷ്യൽ മീഡിയയിൽ തീരുന്നതാണ്. പക്ഷെ ഒരാളുടെ പ്രൊഫൈല്, ഒരാളുടെ പ്രൊഫഷൻ, ഒരാളുടെ ലൈഫ്, ഒരാളുടെ ക്യാരക്ടർ, ഇതൊക്കെ അസാസിനേറ്റ് ചെയ്തിട്ടുള്ള കളികൾ നമ്മൾ ഇവിടെ മാത്രം നിർത്താനുള്ള പരിപാടി ആയിരുന്നില്ല. നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇനി ഡൗട്ട് ഉള്ളവർക്കൊക്കെ അത് വീട്ടിൽ വക്കീൽ നോട്ടീസായിട്ടും വേറെ കാര്യങ്ങളോടെയും വരുമ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാവരും ചിലപ്പോൾ നോക്കണ്ടാവും എന്താ ബ്രോ ഇത്ര കൂളായിട്ട് സംസാരിക്കണേന്നൊക്കെ. രൗദ്രഭാവം ഒന്നും ഇല്ല മക്കളെ. ഇപ്പൊ സത്യം പറയാലോ, ഞാൻ വിചാരിച്ചത്, അതായത് 1-2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഇതിന്റെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് നല്ല രീതിയിൽ ആളി കത്തുന്നതായിരുന്നു. കാരണം നല്ല രീതിയിൽ ഹോംവർക്ക് ഉണ്ടെന്നാണ് ഞാൻ. പക്ഷെ ഇത് എവിടെ എത്താണ്ടു. അതുകൊണ്ട് ഇപ്പൊ എനിക്കിതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാവത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നു. അത് നമ്മൾ ലീഗലായിട്ട് തന്നെയാണ് മുന്നേ. അതിന്റെ കാര്യങ്ങൾ അവരവർക്കുള്ളത് കിട്ടും. പിന്നെ ഇത് മുന്നോട്ട് വന്ന പെൺകുട്ടി മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ വലിയൊരു ഹോംവർക്കും ഇതിന്റെ ബാക്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള പ്ലാൻ ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ഗ്രൂപ്പ് ബാക്കിൽ പ്ലാൻ ഉണ്ടായിരുന്നവരെ കുറിച്ചൊന്നും ഞാനൊന്നും പറയണില്ല. അവർക്കും ആർക്കായാലും കിട്ടാനുള്ളത് കിട്ടും. പിന്നെ നനഞ്ഞിടം കുഴിക്കാന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഒരു പ്രത്യേക സ്വഭാവമാണ്. ഈ ഒരു സീനിലും നനഞ്ഞിടം കുഴിക്കാനായിട്ട് കുറെ പേര് നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ റോക്കറ്റ്സ് ഇതിന് കുറെ സ്റ്റോറി കിട്ടായിരുന്നു. ആ റോക്കറ്റ്സിനോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നിങ്ങളൊക്കെ വിചാരിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഇരുന്ന് പറയാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ എനിക്കൊന്ന് DM ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ മോറൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ തന്നെ അറിയിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. എനിക്ക് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. പേജ് വേണമെങ്കിൽ ഒന്ന് പ്രൈവറ്റ് ആക്കിയിടാം. അപ്പോൾ 1 മില്യനും പെട്ടെന്ന് വരും. 800 - 900 ഇത് 3 ദിവസം 4 ദിവസം കൊണ്ടാണ്. ഇനി അപ്പൊ ഇതുപോലത്തെ ഒരു കേസ് കൂടി ഒരെണ്ണം കൂടി വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 1 മില്യൺ ആയി കിട്ടും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ വേണം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇതുപോലെയുള്ള രീതിയിൽ എന്തെങ്കിലും എന്നെ ഡിഫെയിം ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എനിക്ക് എതിരെ എന്റെ പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരേണ്ടതാണ്. ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയാണ്, എന്റെ പേജ് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. നിങ്ങൾക്ക് എന്റെ കണ്ടന്റ്സ് കാണണമെങ്കിൽ മാത്രമേ എന്റെ പേജ് ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതല്ലാതെ എവിടെന്നോ ഒന്ന് ഫോളോ ചെയ്ത് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ ഈ കൊച്ച് അലിഗേഷൻസ് വെച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയേണ്ടതില്ല. അതിനൊക്കെ കുറിച്ച് അവർക്കുള്ളത് എല്ലാവർക്കും കിട്ടും. ഇപ്പൊ നിങ്ങൾ കേട്ട് ഇരിക്കാൻ വന്നത് ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാനായിരിക്കും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളിൽ എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഡൗട്ട് ആയിരിക്കും ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും, എന്താണ് അതിന്റെ ബാക്ക് ആയിട്ട് എന്തായിരിക്കും, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അതിന്റെ കാര്യങ്ങളെന്നായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഫുള്ള് ടെക്നിക്കൽ എറേഴ്സാണ് ഗൈസ്. ഒരുത്തൻ എന്നെ വിളിച്ചത്, അപ്പൊ അതിന്റെ സൗണ്ട് പോയതാ.
ഹലോ ഹലോ ഒരു കോൾ വന്നിട്ടുണ്ട്, സോറി. അപ്പോ അതുകൊണ്ടാണ് മൈക്ക് കട്ടായി പോയെ. അപ്പോ ഇതിന്റെ പിന്നിൽ കളിച്ചു വരുന്നവരോടും എല്ലാവരോടും എനിക്ക് ഇത്ര പറയാനുള്ളൂ. എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു സങ്കടമില്ല. അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊക്കെ സഹായിച്ചുകൊണ്ട് സാധാരണ 15 ദിവസം 20 ദിവസത്തിലൊക്കെയാണ് എനിക്ക് 100K അടിക്കാറ്. അപ്പൊ നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ 3-4 ദിവസത്തിൽ 100K അടിച്ചു. അതായത് 800 to 900 അടിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ സംഭവം അങ്ങ് അണഞ്ഞുപോയി. അതുകൊണ്ട് അപ്പോ ഇനി ആരെങ്കിലും നല്ല രീതിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണമെങ്കിൽ എൻ്റെ എല്ലാ രീതിയിലുള്ള മാനസിക സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അടുത്ത കാര്യം, സ്നേഹം പറത്താനും നന്മ പറത്താനും ഇവിടെ കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ സ്നേഹവും നന്മയൊക്കെ പറയും. ഞാനിടുന്ന കണ്ടന്റ്സ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യും. ഇതുപോലുള്ള ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോ ഒന്നും ഇടല്ലേ, കുറച്ചുകൂടി നല്ല ഗ്രൂപ്പ് ഓഫ് ഫോട്ടോ ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. ഇത് ഇപ്പൊ 2-3 ആഴ്ചത്തെ വർക്കായിരുന്നു എന്ന് പറയണേ. ഇപ്പൊ എനിക്ക് വന്ന അലിഗേഷൻസ് അതൊക്കെ വിട്ടിട്ട് ഏതാ ആണാണ്. ഇനിയിപ്പോ ഒരു 2-3 ആഴ്ചയിൽ വിട്ടിട്ട് ഒരു മാസം വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ വെക്കാനുള്ള നല്ലൊരു ഫോട്ടോ കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ലീഗൽ പ്രൊസീജിയേഴ്സിന്റെ കാര്യം എനിക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ അഡ്വക്കേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ, അതുകൊണ്ട് അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യണില്ല. അത് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ DM ചെയ്യോ, അല്ലെങ്കിൽ അപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞോളം ഞാൻ സർപ്രൈസ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തുന്നു പറഞ്ഞായിരുന്നു. അതെന്താണെന്നായിരിക്കും നോക്കണേ. ഒന്നുമില്ല, കുറച്ച് നാളായിട്ട് ഞാൻ എടുത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ ഞാനൊന്ന് പറയാം. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ ഫ്രണ്ട്സ് കുറെ പേര് യൂട്യൂബിലുണ്ട്. നമ്മുടെ അർജു ഉണ്ട്, അശ്വിൻ മാടപ്പള്ളി ഉണ്ട്, റസീൻ ഉണ്ട്, അഫ്ലു ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ നമ്മുടെ എന്താണ് യൂട്യൂബ് ചാനൽ നമ്മുടെ ഷെബീബിക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരും സഹായത്തോടു കൂടി ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആണല്ലേ, നല്ല കാര്യം. ഹലോ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കേൾക്കേണ്ടത് മനസ്സിലായി. ഒന്നുമില്ല, ലാസ്റ്റ് പറഞ്ഞ് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ കോൾ വന്നിട്ടുണ്ടായി. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ടെക്നിക് ഉണ്ട്, സൗണ്ട് കേൾക്കാത്തതിന്റെ കാരണം. ഒന്നുമില്ല, എനിക്കിവിടെ മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ലീഗൽ ഇഷ്യൂസിന്റെ കാര്യമാണ്. ലീഗൽ ഇഷ്യൂസ് എനിക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്ക് കിട്ടും. ഇവിടെ ഇൻവോൾവ് ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ടും ലോന്റെ കാര്യങ്ങളായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് ഞാൻ സർപ്രൈസ് ആയിട്ട് അനൗൺസ്മെന്റ് പറഞ്ഞായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, അർജു, പിന്നെ നമ്മുടെ അശ്വിൻ മാടപ്പള്ളി ബ്രോ, റസീൻ, അഫ്ലു, അരുൺ സ്മോക്കി, ഷെമീം, അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോ എല്ലാവരും സപ്പോർട്ടോടുകൂടി ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ആക്കാൻ പോവാ. അതിന്റെ കണ്ടന്റ്സിനെ കുറിച്ചും അതെന്നാ ലോഞ്ച് എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഒരു 1 മന്തിനുള്ളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കുറച്ച് ടോക്സിക് കണ്ടന്റ്സ് ആയിരിക്കും അവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. പിന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞോണം മറ്റു കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഷെയർ ചെയ്ത കുറെ പേരുണ്ട്. നമ്മുടെ അതിന് മുന്നുണ്ടായിരുന്ന ഇഷ്യൂ, അതായത് ചൈൽഡ് പോൺ മറ്റു സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ഷെയർ ചെയ്ത കുറെ പേരുണ്ട്. അവരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഇനി ഇതുപോലത്തെ കണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഈ 1 മില്യൺ പെട്ടെന്ന് അടിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ സഹായിക്കും വേണം. പിന്നെ അടുത്ത കാര്യം, സോഷ്യൽ മീഡിയയിലൂടെ നന്മയും സ്നേഹവും പറത്താൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അവരോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ലൈവ് നിർത്താണ്. നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത പറക്കട്ടെ, സ്നേഹം നന്മ പറക്കട്ടെ. അപ്പൊ ഓക്കെ, ഇനി അടുത്ത അനൗൺസ്മെന്റ്, അടുത്ത ലൈവ് എന്നായിരിക്കും. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും.